ആരാണ് യഥാർത്ഥത്തിലൊരച്ഛൻ, ആരാണ് യഥാർത്ഥത്തിലൊരമ്മ? നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ കുട്ടി വന്നു കഴിഞ്ഞാൽ തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ മേല് കഴിച്ച് ട്യൂഷൻ പറഞ്ഞയക്കുന്നവരെയാണ് അച്ഛനമ്മമാരെന്ന് പറയാം. അവരെ ട്യൂഷൻ പറഞ്ഞിട്ട് അമ്മ സീരിയലും കാണും. അതാണല്ലോ പൊതുവേ നമ്മളിപ്പോൾ കാണുന്ന അച്ഛനമ്മമാരുടെ അവസ്ഥ, അമ്മമാരുടെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ളവരാണോ അമ്മായി അച്ഛനെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അങ്ങനെയുള്ളവരല്ല അച്ഛനും അമ്മയും. നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ഡെഫിനിഷൻ, നിർവചനം ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അറിയോ ആർക്കെങ്കിലും? അച്ഛൻ്റെയും അമ്മയുടെയും നിർവചനം ഭാഗവതത്തിലുണ്ട്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടോ ഇവിടെ? നിങ്ങളിവിടുന്ന് എന്താ കേട്ടത്? പിന്നെ ഭാഗവതത്തിൽ അച്ഛനാര്, ഒരു യഥാർത്ഥ അച്ഛനാര്, യഥാർത്ഥ അമ്മയാര് എന്നൊരു നിർവചനമുള്ള ഒരു ശ്ലോകമുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങളെന്താ ഇന്ന് ഇന്നെന്താ ഏകാദശിയാണോ? മൗനവ്രതം? അങ്ങനെ മിണ്ടില്ല എന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിലുണ്ട്. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരാണ് അച്ഛനോ അമ്മയെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരാണ് അച്ഛനും അമ്മയും അറിയോ നിങ്ങൾക്ക്? ഭാഗവതത്തിൽ ഇനി ഓർത്തോളൂ, 5-ാം സ്കന്ധം ഏതാണ്? 5-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകം ഏതാണ്? 5-ാം അധ്യായത്തില് 5-ാം സ്കന്ധത്തില് 5-ാം അധ്യായത്തില് 18-ാം ശ്ലോകം. ഇപ്പൊ നോക്കട്ടെ, ഏതായാലും ഞാൻ സപ്താഹം പറയാനല്ല വന്നിരിക്കുന്നത്. അപ്പോ അവിടെ പറയാണ്, ഗുരൂനനസ്യാൽ ജനനീനനസ്യാൽ ഗുരൂനനസ്യാൽ സ്വജനോനനസ്യാൽ പിതാനനസ്യാൽ ജനനീനനസ്യാൽ ദൈവം നതസ്യാൽ പതിശ്ചസസ്യാൽ നമോജയേത സമുപേത മൃത്യം. ഗുരു എന്ന് ആ ഗുരു അല്ല, സ്വജനോ എന്ന ആ സ്വജനം സ്വജനമല്ല, പിതാ ന എന്ന് പറഞ്ഞാൽ പിതാ ന, ആ പിതാവ് പിതാവല്ല, എന്നാന്ന് പറഞ്ഞാൽ അല്ല. ജനനി എന്ന ആ ജനനി, ആ അമ്മ അമ്മയല്ല. ഏത് അമ്മ, ഏതച്ഛൻ, ഏത് പതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോചയേത സമുപേത മൃത്യം സമുപേത, അതായത് മരണതുല്യമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനസ്സുകളെ അതിൽ നിന്നും ഉണർത്താനും ഉയർത്താനും വഴി കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളെയൊന്നും അച്ഛനെന്നോ അമ്മയെന്നോ വിളിക്കാൻ പാടില്ല. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ജോലിയാണ് കുട്ടികളെ മാനസികമായി ഉയർത്തുക. സത്യം പറയൂ, നിങ്ങൾ ഇന്ന് നമ്മളെ കുട്ടികളെയൊക്കെ അച്ഛനമ്മമാരെ മാനസിക ഉയർത്തുകയാണോ, അതോ ചീത്ത പറഞ്ഞ് കൊള്ളരുതാത്തവൻ, ഉത്തരവാദിത്വം ഇല്ലാത്തവൻ, പഠിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇതിൻ്റെ മുകളിൽ തൂങ്ങി അതിൽ തന്നെ കളിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവൻ ചീത്ത വിളിക്കുന്നവരാണോ കൂടുതലുണ്ടാവുക? പറയൂ.